അപ്പോൾ വേറൊന്നുമല്ല, ഇന്നലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ക് ഇന്നലെ ഒരു ഫോൺ സർപ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇന്നലെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇന്നലെ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വീടെത്തിയത്. കാരണം ഇന്നലെ അത്രയും ടൈം വൈകിയത്, ലൈവ് ഇടാനും ടൈം വൈകിയതൊക്കെ. നമുക്ക് എന്തായാലും ആ സർപ്രൈസ് വീഡിയോ എന്താന്ന് കാണാം. അപ്പോൾ അത് മേടിക്കാൻ പോയ രംഗങ്ങളും കുറേ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഉള്ള വെച്ചിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് മാനന്തവാടിയാണ്. മാനന്തവാടി ചെന്നിട്ട് പിന്നെ നമ്മൾ നേരെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങ് താഴെ കൊണ്ടിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നീടാണ് ചായ ഒക്കെ കുടിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ആള് ഫോണ് എനിക്ക് എടുത്തു തന്നെ. ഒന്ന് സോക്കറ്റ് ഒന്ന് ശരിയാക്കി തരണം, പോക്കറ്റ് പോയിട്ടുണ്ട്, ഫോണിന്റെ ചാർജ് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സൈഡിൽ ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ നൈസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ദയനീയ അവസ്ഥയായിരുന്നു ഫോണിന്റെ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സോക്കറ്റ് മാറ്റാം എന്ന് കണക്കിനായിരുന്നു പോയതൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇവരെ ഞാൻ വണ്ടിയിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഫോൺ മേടിക്കുമ്പോൾ നമ്മുടെ മാനന്തവാടി ഗാന്ധി പാർക്ക്, ഗാന്ധി പാർക്ക് അല്ല, കോഴിക്കോട് റോഡിലുള്ള മൈജി എന്ന കടയിലാട്ടോ നമ്മള് ഫോൺ മേടിക്കാൻ പോയ. ആളുടെ ഫോണ് കണ്ടോ, ഇതാണ് അവസ്ഥ. ചാർജൊന്നും കയറുന്നില്ലായിരുന്നു. ചിലപ്പോ എന്താ പറയാ, ഒരു 4 മണിക്കൂർ കൂട്ടിയിട്ട 10%, അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥയും കാര്യങ്ങളൊക്കെ. പിന്നെ നൈസായിട്ട് പോയിട്ട് ഫോണ് നോക്കാന്ന് വെച്ച് ചെന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ കടയായിരുന്നു. അവൻ തന്നെ ഇപ്പൊ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓണത്തിന്റെ ഓഫറൊന്നും പോയിട്ടില്ല, അപ്പൊ നീ എടുക്കുവാണെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോണ് എന്നാ പിന്നെ നോക്കിയാക്കാന്ന് വെച്ചാൽ ഒട്ടും നമുക്ക് എടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ EMI വഴി കേട്ടോ ഞാൻ എടുത്തത് ഫോണ്. റൊക്കം പൈസ കൊടുക്കാനും നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ എന്റെ ഫോൺ അങ്ങനെ തന്നെ ഞാൻ എടുത്തത്. അവിടെ പിന്നെ ബജാജിന്റെ ലോൺ വഴിയാണ് എടുത്തത്. അപ്പൊ അങ്ങനെ സാംസങ്ങിന്റെ ഒരു ഫോണാണ് എടുത്തത്. അപ്പൊ അതൊക്കെ എടുത്ത് സെറ്റായി. അപ്പൊ അവൻ ചോദിച്ചായിരുന്നു വൈഫൊന്നും വന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവര് വണ്ടിയിൽ ഇരിപ്പുണ്ട്, എല്ലാവരും സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ തന്നെ ഇതായി എന്ന് വെച്ച് അങ്ങനെ ഞങ്ങള് ഫോണൊക്കെ മേടിച്ച് ഞാൻ നൈസായിട്ട് വണ്ടീന്റെ എന്താ പറയാ സീറ്റിന്റെ അടിയിൽ കൊണ്ട് വെച്ചു. നമ്മളെ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ വെച്ച് ആള് കാണാണ്ട്. അവര് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ദച്ചുമോൻ ചെന്നപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫോണൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇതാക്കി. പിന്നെ എന്താ പറയാ, നേരെ അത് കഴിഞ്ഞപ്പോ ഇരുട്ടായിട്ടോ. പിന്നെ നമ്മുടെ വെള്ളൂർക്കാവ് ഭഗവതി ക്ഷേത്രം മാനന്തവാടി, അവിടെ ഒരു കൊച്ചുങ്ങളുടെ അരങ്ങേറ്റം എന്തോ പരിപാടിയാണ്, ഏട്ടന്റെ മക്കളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോയി അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു. അവരെ പരിപാടി കാണാൻ പറ്റിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചേരം ചെറിയ മക്കളുടെ പരിപാടിയൊക്കെ കണ്ടു. ഇത് എന്റെ ഏട്ടനാണ് കേട്ടോ, നമ്മുടെ അച്ഛന്റെ ഏട്ടന്റെ മോനാണ്, കസിനാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് 2 പിള്ളേരെ കണ്ടിട്ടായിരുന്നു, അവരുടെ കൂടെ സെൽഫി പോലെ എടുത്തിട്ട്. അതാട്ടോ മക്കള്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ മാരിയമ്മൻ കോവിലിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ സത്യത്തിൽ ഇന്നാണ് അടിയറയും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇന്നലെ കുട്ടികളുടെ പരിപാടിയോ ഗാനമേളയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ. സ്റ്റേജൊക്കെ കെട്ടിട്ട് നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഞാൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുക കേട്ടോ. രണ്ടുപേരും കൂടി ബേക്കറി മേടിക്കാൻ കടയിൽ കയറി. അപ്പോൾ ഞാൻ ഫോൺ മേടിച്ച കാര്യം ഇതുമായിട്ട് അറിയത്തില്ല കേട്ടോ, മിണ്ടിയിട്ടില്ല. ഞാൻ ഇവർ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇതുണ്ടോ കാണിച്ചു തരാവേ. ദച്ചുമോനെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ, ഡ്രൈവിംഗ് സീറ്റിൻ്റെ മൈജിന്ന് ഒരു ഫോണൊക്കെ മേടിച്ച് ഇയാൾക്ക് സർപ്രൈസ് ആയിട്ട്. ആളുടെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടോ മൊത്തം. അപ്പോൾ ഒരു ഫോണൊക്കെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ വെച്ച് ഇതാണ്. അപ്പോൾ ആൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് നൈസായിട്ട് ഇവിടെ സീറ്റിൻ്റെ അടിയിൽ തന്നെ വെക്കാം, വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം. ആളവിടെ ഉണ്ട് കേട്ടോ. ഒരു സാധനങ്ങൾ മേടിക്കുക. എന്താ കേസ് ഇവിടെയാണ് ഇത് വെക്കണം, അറിയണ്ട. എൻ്റെ ഒപ്പം എന്തോ ഒരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ. ദച്ചുപോന് മടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നെ. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, വീടെത്തി. അങ്ങനെ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കാറിൽ. അവർ നൈസായിട്ട് വീട്ടിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പം എടുത്ത് കൊടുക്കണമെന്ന് ഇച്ചിരി കഴിഞ്ഞെടുത്ത് കൊടുത്താൽ മതിയോ എന്നൊരു ഡൗട്ട്. എന്തായാലും വേണ്ട, ഇപ്പം ഇങ്ങ് എടുത്ത് കൊടുക്കാം.
ഒരു വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഡോറ് പോലും അടയ്ക്കാണ്ടാ പോയത്. എപ്പോൾ സംഭവം നമുക്ക് എടുക്കാം. ഇവിടെയായിട്ട് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഫോണാണ്. അതുപോലെ ഇതെന്തോ ഒരു സാധനം, ഇപ്പോൾ ഓഫറാണ്, ഓഫർ കിട്ടിയതാണ്. എന്തോ ഒരു പാത്രം തോന്നുന്നു കണ്ടിട്ട്. അതും അൺബോക്സ് ചെയ്തിട്ട് ഞാൻ നോക്കിയില്ല, അതൊക്കെ ഇവിടുന്ന് നോക്കാമെന്ന് വെച്ചു. ഇതാ സംഭവം ഉണ്ടോ, ഓണാശംസകൾ. ഓണത്തിന് വന്ന എന്തൊരു ഓഫറൊക്കെയാണ് ഇപ്പാണ് കിട്ടിയത്. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ സാംസങ്ങിൻ്റെ ഒരു ഫോണാട്ടോ. കുറേ നാളായി പറയുന്നത് ഒരു പൊട്ട ഫോണും കൊണ്ട്. എനിക്ക് വേറെ ഫോണൊന്നുമില്ല. എൻ്റെ ഫോണിലാട്ടോ മറ്റേ ലൈവ് ചെയ്യുന്നതും അതുപോലെ വീഡിയോസ് എടുക്കുന്നതും എല്ലാം എൻ്റെ ഫോണിൽ. അതുകൊണ്ട് എനിക്ക് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫോണങ്ങ് മേടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇനി ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗെയ്സ്, സാധനം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കൊടുക്കാം, ആളെ പിടിച്ചിട്ട് കൊടുക്കാം. ആളപ്പുറയുണ്ട് റൂമിൽ. അപ്പോൾ വിളിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. കുറേ ഓക്കെ, പ്രോപ്പറായിട്ട് വെക്കും. കുക്കു ഇങ്ങോട്ട് വാ, വേഗം വാ. ആൾ വരുന്നുണ്ട് തോന്നുട്ടോ. ഞാൻ മൈക്ക് എടുത്തിട്ട് ഇവിടെ നല്ല സൗണ്ട് കിട്ടും. എന്താവും എനിക്കറിയില്ല. ഈ സർപ്രൈസ് ഇനി പൊളിയോന്നും അറിയത്തില്ല. എത്രത്തോളം എങ്ങനെയാ സന്തോഷമാകുമെന്ന് അറിയത്തില്ല. നോക്കി നോക്കാം. ഫോണല്ലേ, സന്തോഷമാകാതിരിക്കില്ലല്ലോ. ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്നിരിക്കേ, ഒരു വീഡിയോ എടുക്കാം. മൈക്കൊക്കെ എന്താ നമുക്ക് വെറുതെ ഒരു ഹായ് പറയാൻ എൻ്റെ അടുത്ത്. ഹായ്. നിന്റെ ഫോൺ എന്ത് പഴയ ഫോൺ ചാർജ് കയറുന്നുണ്ടോ? ഇനി അറിയില്ല. എന്നാ പിന്നെ നീ ചാർജ് കയറിക്കോളൂ. എന്താ നോക്ക്, പൊട്ടിച്ചു നോക്ക്. ഇനി എന്റെ ഫോണിലെടുത്ത് വീഡിയോ എടുക്കലോ ഒന്നും നോക്കണ്ട. അതൊക്കെ മേടിച്ചു മോളെ. ആള് വളരെ ഹാപ്പിയാണ്. ആണോ? എന്ത് ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിലേക്ക് നോക്ക്. ഹാപ്പിയാ. ഓക്കെ, തിരിച്ച് റിട്ടേൺ വീഡിയോ എടുക്കാവേ. ഇഷ്ടപ്പെട്ടാ? അത് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്ത്. ഇഷ്ടപ്പെട്ടാ? സന്തോഷായോ? എന്നാ ഇനി മുതല് അതില് ലൈവ് തുടങ്ങാം. നോക്ക്, പിന്നെ വീഡിയോസ് എടുക്കാം, കണ്ടന്റ് എല്ലാം ആയിട്ടെത്തിടാം കേട്ടോ. എന്തേലും വേറെ ഞാൻ വെൽ പ്ലാനിങ് ഉണ്ട്. നീ അറിഞ്ഞു വന്നിട്ട് അവള് വന്നപ്പോ ഫോണ് മേടിച്ചാണ്. എന്റെ ഫോണ് ചാർജ് ഇറങ്ങില്ല. അപ്പൊ അത് ചാർജ് സോക്കറ്റ് മുന്നിട്ട് എന്തെങ്കിലും അയക്കുന്നുണ്ട് കാണിക്കാൻ കൊണ്ടുപോയി. അത് മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ എന്നെ വണ്ടിയിൽ ഇരിച്ചിട്ട് വന്ന് ഇപ്പൊ വരാന്നിട്ട് പോയി. അതൊരു 3/4 മണിക്കൂർ ആവും റെഡി ആവാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. സത്യം പറയാ, അവള് ഫോൺ തന്നു വിട്ട് എനിക്ക്. എന്നിട്ട് സോക്കറ്റ് റെഡിയാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി പാർക്കിംഗ് കൊണ്ടുപോയിട്ട് അപ്പൊ ഇവർ തന്നെ അവിടെ ഇരുന്ന ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ആ ഫോണിന്റെ അവസ്ഥ കണ്ടപ്പോ തന്നെ എനിക്ക് സങ്കടായി. പിന്നെ അവരെ ചെന്ന് 300 രൂപ സോക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും നന്നായിക്കോന്നുണ്ട്. അങ്ങനെ മൈജീന്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരന്റെ മൈജിയിലുള്ള. അപ്പൊ അവനടാ പുതിയ ഓഫറൊക്കെ വന്നിട്ടുണ്ട്, നിനക്ക് ഫോൺ വേണ്ടേന്നൊക്കെ വെച്ചു. അങ്ങനെ ഇപ്പൊ ഞാൻ കേറി എന്നാ പിന്നെ എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ ഇവള് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഞാൻ നൈസായിട്ട് പോയിട്ട് ഫോണും മേടിച്ച് അങ്ങനെ മെല്ലെ വന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ അടിയിൽ കൊണ്ടിട്ട് ഫോണും വെച്ച് ആള് കണ്ടിട്ട് പോലില്ല. അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചു. അപ്പൊ
അതെന്താ അറിയോ, രച്ചൂട്ടം കരയുന്നുണ്ട്. ഞാൻ ആ ശ്രദ്ധയിലായിപ്പോയി. ഞാൻ ആള് വരുന്ന നോക്കിയില്ല കയ്യിലെന്താ സത്യത്തില്. ഞാന് രച്ചൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഇതായിപ്പോയി. എന്നാലും സന്തോഷായില്ലേ? ഹാപ്പി, ലവ് യു. എന്റെ കണ്ണൊക്കെ അറിയുന്നുണ്ടല്ലോ. എന്നാ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് ലൈവ് ഒക്കെ ഇടാനുണ്ട്, ടൈമൊക്കെ പോയി. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടന്റെ കുട്ടീന്റെ വാർഷികം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും കാണാൻ പറ്റിയില്ല. ഇന്ന് നവമി അല്ലെ, നവമി ആയിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ പറ്റിയൊന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ശിവ വന്നോടെ ഫോണ്, പുതിയ ഫോണ് കണ്ടോടെ എങ്ങനെ ഗെയിം കയറ്റാം എന്നാണുള്ള പ്ലാനിങ്ങിലാണ് ആള്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും വിചാരിക്കും. അപ്പൊ ടാറ്റാ.